2016 ജൂലൈ 15 വെള്ളിയാഴ്ച രാത്രി ഇസ്താംബൂളിലെ ബോസ്ഫറസ് പാലത്തിലേക്ക് അപ്രതീക്ഷിതമായി സൈനിക ടാങ്കുകളെത്തുന്നു. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ അടയ്ക്കപ്പെടുന്നു. അങ്കാറയുടെ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ വളരെ താഴ്ന്നു പറക്കുന്നു. സൈനിക ഹെലികോപ്റ്ററുകളുടെ ശബ്ദവും വെടിയൊച്ചകളും നഗരത്തെ ഭീതിയിലാഴ്ത്തുന്നു. ദേശീയ ടെലിവിഷൻ ചാനലായ TRT പിടിച്ചെടുത്ത സൈനികർ ഒരു വാർത്താ അവതാരകയെ കൊണ്ട് രാജ്യത്തിന്റെ അധികാരം സൈന്യം ഏറ്റെടുത്തുവെന്ന് പ്രഖ്യാപിപ്പിക്കുന്നു. അതേസമയം പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ എവിടെയാണ്? അദ്ദേഹം സുരക്ഷിതനാണോ? തുർക്കിയുടെ നിയന്ത്രണം യഥാർത്ഥത്തിൽ സൈന്യത്തിന്റെ കൈകളിലായോ? എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിച്ചത് അട്ടിമറി ആസൂത്രകരുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചു. തുർക്കിയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ രാത്രികളിലൊന്നായ 2016 ജൂലൈ 15 എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 10ാം വാർഷികത്തിൽ പ്രസിദ്ധീകരിച്ച അൽ ജസീറയുടെ വിശദമായ വിവരണം അടിസ്ഥാനമാക്കി നമുക്ക് ആ രാത്രി പുനഃസൃഷ്ടിക്കാം. അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈ 15 വൈകുന്നേരം ഏകദേശം 4 മണിയോടെ തുർക്കി രഹസ്യാന്വേഷണ വിഭാഗം സംശയകരമായ ചില ആശയവിനിമയങ്ങൾ കണ്ടെത്തി. ഒരു സൈനിക അട്ടിമറിക്കുള്ള നീക്കം നടക്കുകയാണെന്ന സംശയമുയർന്നു. അന്നത്തെ രഹസ്യാന്വേഷണ മേധാവിയായിരുന്ന ഹാക്കാൻ ഫിദാൻ വിവരം ഡെപ്യൂട്ടി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് യാഷർ ഗുലറിനും തുടർന്ന് സൈനിക മേധാവി ഹുലൂസി അക്കാറിനും കൈമാറി. പക്ഷേ ഇവിടെ ഒരു നിർണായക പ്രശ്നമുണ്ടായിരുന്നു. അൽ ജസീറ ഉദ്ധരിക്കുന്ന വിവരങ്ങൾ പ്രകാരം സൈനിക ഇന്റലിജൻസ് ഡയറക്ടറും സൈനിക മേധാവിയുടെ ഒരു സഹായിയും അസാധാരണമായി ഒന്നും നടക്കുന്നില്ലെന്നും ചില സൈനിക യൂണിറ്റുകളുടെ സാധാരണ നീക്കങ്ങൾ മാത്രമാണെന്നും അറിയിച്ചു. അട്ടിമറി പദ്ധതിയുമായി ബന്ധപ്പെട്ടവർ സൈനിക സംവിധാനത്തിനകത്തുതന്നെ ഉണ്ടായിരുന്നുവെന്ന സംശയമാണ് ഇത് ഉയർത്തിയത്. അട്ടിമറി ആരംഭിക്കാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് ജൂലൈ 16 പുലർച്ചെ 3 മണിയോടെയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ പദ്ധതി പുറത്തായേക്കാമെന്ന് മനസ്സിലാക്കിയ സംഘാടകർ അത് ഏകദേശം 6 മണിക്കൂർ നേരത്തെയാക്കി. ഇവിടെയാണ് അവരുടെ ആദ്യത്തെ വലിയ പിഴവ് സംഭവിച്ചത്. പദ്ധതി നേരത്തെയാക്കിയതോടെ എല്ലാ സൈനിക യൂണിറ്റുകളെയും പൂർണ്ണമായി ഏകോപിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ രാജ്യത്തെ മുഴുവൻ സൈന്യവും നടത്തിയ അട്ടിമറി ആയിരുന്നില്ല ഇത്. സൈന്യത്തിനകത്തെ ഒരു വിഭാഗം നടത്തിയ നീക്കമായിരുന്നു. വൈകുന്നേരം 8:30 അങ്കാറയ്ക്കടുത്തുള്ള അഗിഞ്ചി വ്യോമതാവളത്തിൽ നിന്ന് 33 പ്രത്യേക സേനാംഗങ്ങൾ സൈനിക ആസ്ഥാനത്തേക്ക് നീങ്ങി. രാത്രി 10 മണിയോടെ അങ്കാറയിലെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനത്തിനകത്ത് വെടിയൊച്ചകൾ കേട്ടു. അട്ടിമറിയെ എതിർത്ത സൈനികർക്ക് നേരെ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ആക്രമണമുണ്ടായതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അധികം വൈകാതെ ഒരു സൈനിക സംഘം ജനറൽ സ്റ്റാഫ് ആസ്ഥാനത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു. മറ്റൊരു സംഘം അങ്കാറയിലെ TAT ആസ്ഥാനം ലക്ഷ്യമിട്ടു. ഇസ്താംബൂളിൽ ബോസ്ഫോറസ് പാലവും സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് പാലവും സൈനികർ അടച്ചു. നഗരത്തിന്റെ യൂറോപ്യൻ ഏഷ്യൻ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിപ്രധാന പാതകളായിരുന്നു ഇവ. വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപിച്ചു. ടാങ്കുകളെയും സൈനിക വാഹനങ്ങളെയും കണ്ട ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം പടർന്നു. ഇത് തീവ്രവാദാക്രമണമാണോ, സൈനിക പരിശീലനമാണോ, അതോ യഥാർത്ഥ അട്ടിമറിയാണോ? രാത്രി 11:30 പ്രധാനമന്ത്രി ബിനാലി യിൽദിരിം ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. സൈന്യത്തിനകത്തെ ഒരു സംഘം അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നും സർക്കാർ അതിന് അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയത്ത് തന്നെ സൈനിക മേധാവി ഹുലൂസി അക്കാറിനെ അട്ടിമറിക്കാർ തടങ്കലിലാക്കിയെന്ന വാർത്തയും പുറത്തുവന്നു. അർദ്ധരാത്രിയോടടുത്തപ്പോൾ തുർക്കി സുരക്ഷാ വൃത്തങ്ങൾ ഇത് സൈനിക അട്ടിമറി ശ്രമമാണെന്ന് തുറന്നു പറഞ്ഞു. ഏകദേശം 12:15 അട്ടിമറിക്കാർ TRT ജീവനക്കാരെ നിയന്ത്രണത്തിലാക്കി. വാർത്താ അവതാരകയായ ടിജൻ കരാഷിനെക്കൊണ്ട് സൈന്യം തയ്യാറാക്കിയ പ്രഖ്യാപനം വായിപ്പിച്ചു. പീസ് അറ്റ് ഹോം കൌൺസിൽ എന്ന പേരിലുള്ള ഒരു സംഘം അധികാരം ഏറ്റെടുത്തുവെന്നും രാജ്യത്ത് സൈനിക നിയമം പ്രഖ്യാപിച്ചുവെന്നുമായിരുന്നു സന്ദേശത്തിന്റെ സാരം. എന്നാൽ തുർക്കി പ്രസിഡന്റിന്റെ ഓഫീസ് ഉടൻ പ്രതികരിച്ചു. ആ പ്രഖ്യാപനം സൈനിക മേധാവിത്വത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയല്ല. പിന്നീട് TRTയുടെ സംപ്രേഷണം തടസ്സപ്പെട്ടു. ചരിത്രത്തിലെ പഴയ അട്ടിമറികളിൽ റേഡിയോയും ടെലിവിഷനും പിടിച്ചെടുത്താൽ രാജ്യത്തിന്റെ ഔദ്യോഗിക ശബ്ദം നിയന്ത്രിക്കാമായിരുന്നു. എന്നാൽ 2016 മാധ്യമലോകം മാറിയിരുന്നു. സ്വകാര്യ ചാനലുകളും മൊബൈൽ ഫോണുകളും സമൂഹ മാധ്യമങ്ങളും അട്ടിമറിക്കാരുടെ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു. ഈ മാറ്റം ആ രാത്രിയുടെ ഗതി നിർണയിച്ചു. അന്ന് പ്രസിഡന്റ് എർദോഗാൻ തെക്കുപടിഞ്ഞാറൻ തുർക്കിയിലെ മർമാരിസിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൃത്യമായ സ്ഥാനം സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ എർദോഗാൻ മൊബൈൽ ഫോണിലെ ഫേസ് ടൈം വീഡിയോ കോളിലൂടെ CNN തുർക്ക് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ജനങ്ങളോട് വിമാനത്താവളങ്ങളിലേക്കും നഗരചത്തുരങ്ങളിലേക്കും തെരുവുകളിലേക്കും ഇറങ്ങി അട്ടിമറിയെ എതിർക്കാൻ ആവശ്യപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രാജ്യത്തിന്റെ ഔദ്യോഗിക ടെലിവിഷൻ അട്ടിമറിക്കാരുടെ കൈവശം. എന്നാൽ പ്രസിഡന്റ് ഒരു മാധ്യമപ്രവർത്തകയുടെ കയ്യിലെ മൊബൈൽ ഫോണിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ടാങ്കുകൾ, മറുഭാഗത്ത് ഒരു സ്മാർട്ട് ഫോൺ സ്ക്രീൻ. ആ ആഹ്വാനത്തിന് പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്താംബുൾ, അങ്കാറ തുടങ്ങിയ നഗരങ്ങളിലെ തെരുവുകളിലേക്ക് ഇറങ്ങി. പള്ളികളിൽ നിന്നും ജനങ്ങളോട് ജാഗരൂകരാകാനുള്ള അറിയിപ്പുകളും പ്രാർത്ഥനകളും ഉയർന്നു. സർക്കാർ അനുകൂലികളും പ്രതിപക്ഷ പാർട്ടികളും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ സൈനിക ശക്തിയാൽ പുറത്താക്കുന്നതിനെ എതിർത്തു. അതേസമയം അട്ടിമറിയിൽ പങ്കുചേരാത്ത സൈനിക കമാൻഡർമാരും പോലീസ് വിഭാഗങ്ങളും സർക്കാരിനൊപ്പം നിന്നു. മുഴുവൻ സൈന്യത്തിന്റെയും പിന്തുണ ലഭിക്കാത്തത് അട്ടിമറിയുടെ പരാജയത്തിൽ നിർണായകമായി. രാത്രി 1 മണിക്ക് മുമ്പായി അങ്കാറയിലെ ഉപഗ്രഹ സംപ്രേഷണ കേന്ദ്രത്തിനും പോലീസ് കേന്ദ്രങ്ങൾക്കും നേരെ സൈനിക ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ആക്രമണം നടത്തി. തുർക്കി പാർലമെന്റിലെ സ്പീക്കറും MPമാരും പാർലമെന്റ് മന്ദിരത്തിൽ അടിയന്തര യോഗം ചേർന്നു. അട്ടിമറി പുരോഗമിക്കുന്നതിനിടെ പാർലമെന്റ് ലക്ഷ്യമിട്ടതിലൂടെ രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനത്തെയാണ് അട്ടിമറിക്കാർ വെല്ലുവിളിച്ചത്.
പുലർച്ചെ 2 മണിയോടെ സുരക്ഷാസേന തിരിച്ചടിക്കാൻ തുടങ്ങി. പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ പ്രവേശിക്കാൻ ശ്രമിച്ച 13 സൈനികരെ തടഞ്ഞു. അങ്കാറയിലെ പ്രത്യേക സേന ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു. എങ്കിലും സർക്കാരിന് അനുകൂലമായ പോലീസ് വിഭാഗങ്ങളും സൈനിക യൂണിറ്റുകളും പതുക്കെ പ്രധാന കേന്ദ്രങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു. പുലർച്ചെ 3 മണിയോടെ TRT വീണ്ടും സാധാരണ സംപ്രേഷണം ആരംഭിച്ചു. അവിടെ പ്രവേശിച്ച അട്ടിമറി സേനാംഗങ്ങളെ പിടികൂടി. ഇത് വളരെ പ്രധാനപ്പെട്ട സൂചനയായിരുന്നു. അട്ടിമറിക്കാരുടെ മാധ്യമ നിയന്ത്രണം തകർന്നു തുടങ്ങിയിരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പ്രധാനമന്ത്രി യിൽദിരിം, പ്രസിഡന്റ് ഭവനം, പാർലമെന്റ്, സർക്കാർ ആസ്ഥാനങ്ങൾ, രഹസ്യാന്വേഷണ കേന്ദ്രം എന്നിവയ്ക്ക് മുകളിൽ അനധികൃതമായി പറക്കുന്ന സൈനിക വിമാനങ്ങൾ തടയുമെന്ന് പ്രഖ്യാപിച്ചു. പുലർച്ചെ 3:20 എർദോഗാൻ ഇസ്താംബൂളിലെത്തി. അദ്ദേഹത്തിന്റെ വിമാനത്തെ സംരക്ഷിക്കാനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുമായി മറ്റു വിമാനങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട് പറയുന്നത്. എർദോഗാൻ എത്തുന്നതിനു മുമ്പ് തന്നെ പോലീസും ജനങ്ങളും അത്താതുർക്ക് വിമാനത്താവളത്തിന് നിയന്ത്രണം ഉറപ്പാക്കിയിരുന്നു. ഇതിനിടെ അട്ടിമറി സേന മർമാരിസിൽ എർദോഗാൻ താമസിച്ചിരുന്ന ഹോട്ടൽ ലക്ഷ്യമിട്ടു. എന്നാൽ അദ്ദേഹം അതിനകം അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടത് അട്ടിമറിയുടെ തകർച്ച വേഗത്തിലാക്കി. പുലർച്ചെ 4 മണിയോടെ അങ്കാറ പ്രോസിക്യൂട്ടർ ഓഫീസ് അട്ടിമറിയുടെ നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. പ്രധാന കമാൻഡർമാരെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയാതിരുന്നത്, എർദോഗാനെ പിടികൂടാൻ പരാജയപ്പെട്ടത്, സ്വകാര്യ മാധ്യമങ്ങളെ നിശബ്ദമാക്കാൻ കഴിയാതിരുന്നത്, ജനങ്ങളും പോലീസും തെരുവിലിറങ്ങിയത്, ഇതെല്ലാം ചേർന്നപ്പോൾ അട്ടിമറിക്കാരുടെ പദ്ധതി തകരുകയായിരുന്നു. രാവിലെ 7 മണിയോടെ സർക്കാർ സ്ഥിതിഗതികളിൽ മേൽക്കൈ നേടിത്തുടങ്ങി. അഗിഞ്ചി വ്യോമതാവളത്തിൽ നടത്തിയ നടപടിയിലൂടെ തടങ്കലിലായിരുന്ന സൈനിക മേധാവി ഹുലൂസി അക്കാറിനെ മോചിപ്പിച്ചു. പോലീസ് പ്രത്യേക സേന ജണ്ടർമറി ആസ്ഥാനത്തിന് നിയന്ത്രണം തിരിച്ചുപിടിച്ചു. ജനറൽ സ്റ്റാഫ് ആസ്ഥാനത്തുണ്ടായിരുന്ന ഏകദേശം 200 സൈനികർ ആദ്യം കീഴടങ്ങി. തുടർന്ന് 100 കണക്കിന് സൈനികരും ആയുധം വെച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:57 പ്രധാനമന്ത്രി ബിനാലി യിൽദിരിം കലാപം അടിച്ചമർത്തിയതായി പ്രഖ്യാപിച്ചു. അന്നത്തെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 161 പേർ കൊല്ലപ്പെടുകയും 1440 പേർക്ക് പരിക്കേൽക്കുകയും 2839 സൈനികർ പിടിയിലാകുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് പുതുക്കിയ കണക്കുകൾ ഉയർന്നു. അൽ ജസീറയുടെ പുതിയ ലേഖനം ഏകദേശം 250 മരണങ്ങളും 2000-ഓളം പരിക്കുകളും രേഖപ്പെടുത്തുന്നു. അൽ ജസീറയുടെ മുൻ റിപ്പോർട്ട് പ്രകാരം അട്ടിമറിയെ പ്രതിരോധിച്ച 251 പേർ കൊല്ലപ്പെടുകയും 2200-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൂടാതെ അട്ടിമറിയിൽ പങ്കെടുത്ത 36 സൈനികരും കൊല്ലപ്പെട്ടു. തുർക്കിയുടെ ഔദ്യോഗിക അനുസ്മരണങ്ങളിൽ പിന്നീട് പരിക്കുകളെ തുടർന്ന് മരിച്ചവരെയും ഉൾപ്പെടുത്തി 253 രക്തസാക്ഷികളെന്നാണ് ഉപയോഗിക്കുന്നത്. അതിനാലാണ് വിവിധ റിപ്പോർട്ടുകളിൽ മരണസംഖ്യയിൽ ചെറിയ വ്യത്യാസം കാണുന്നത്. തുർക്കി സർക്കാർ അട്ടിമറിയുടെ മുഖ്യ ആസൂത്രകനായി അമേരിക്കയിൽ താമസിച്ചിരുന്ന മതപ്രഭാഷകൻ ഫത്തുള്ള ഗുലനെയും അദ്ദേഹത്തിന്റെ ശൃംഖലയെയും കുറ്റപ്പെടുത്തി. സർക്കാർ ഈ സംഘത്തെ ഫെത്തുള്ള ഭീകര സംഘടന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് എർദോഗാന്റെ രാഷ്ട്രീയ സഖ്യകക്ഷിയായിരുന്ന ഗുലൻ പിന്നീട് അദ്ദേഹത്തിന്റെ കടുത്ത എതിരാളിയായി മാറി. ഗുലൻ അനുയായികൾ വർഷങ്ങളായി പോലീസ്, നീതിന്യായ വ്യവസ്ഥ, വിദ്യാഭ്യാസം, ഭരണകൂടം, സൈന്യം തുടങ്ങിയ സ്ഥാപനങ്ങളിൽ രഹസ്യമായി കടന്നുകയറിയെന്നാണ് അങ്കാറയുടെ ആരോപണം. എന്നാൽ ഗുലൻ അട്ടിമറിയിൽ തനിക്ക് പങ്കുണ്ടെന്ന ആരോപണം മരണം വരെ നിഷേധിച്ചു. അദ്ദേഹം 2024-ൽ അമേരിക്കയിൽ വെച്ചാണ് മരിച്ചത്. അട്ടിമറിക്ക് ശേഷം തുർക്കിയിൽ 2 വർഷത്തേക്ക് അടിയന്തരാവസ്ഥ നിലനിന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 16,000 പേർ കസ്റ്റഡിയിലാവുകയും 50,000-ലധികം പേരെ ജോലിയിൽ നിന്ന് നീക്കുകയും ചെയ്തതായി അൽ ജസീറ ഉദ്ധരിക്കുന്ന കണക്കുകൾ പറയുന്നു. 2020-ഓടെ ഗുലൻ ബന്ധം ആരോപിച്ച് ഏകദേശം 2,92,000 പേരെ അറസ്റ്റ് ചെയ്തതായും 1,50,000 സർക്കാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്തതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സർക്കാരിന്റെ വാദം, ഭരണകൂടത്തിനകത്ത് കടന്നുകയറിയ ഒരു രഹസ്യ സംഘടനയെ നീക്കം ചെയ്യാൻ ഈ നടപടികൾ അനിവാര്യമായിരുന്നു. വിമർശകരുടെ വാദം, നടപടികൾ ഗുലൻ ശൃംഖലയെ മറികടന്ന് രാഷ്ട്രീയ എതിരാളികൾ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, അക്കാദമികർ തുടങ്ങിയവരിലേക്കും വ്യാപിച്ചു. നിയമവാഴ്ചയും പൗരാവകാശങ്ങളും ദുർബലമായി. ഈ 2 നിലപാടുകളും പറയാതിരുന്നാൽ അട്ടിമറിയുടെ ശേഷമുള്ള തുർക്കിയുടെ ചരിത്രം പൂർണ്ണമാക്കില്ല. സമാപനം. അപ്പോൾ അട്ടിമറി പരാജയപ്പെട്ടത് എന്തുകൊണ്ട്? ഒന്നാമതായി, തുർക്കി സൈന്യത്തിന്റെ ഭൂരിഭാഗവും അട്ടിമറിക്കൊപ്പം നിന്നില്ല. രണ്ടാമതായി, എർദോഗാനെയും പ്രധാന രാഷ്ട്രീയ നേതൃത്വത്തെയും പിടികൂടാൻ അട്ടിമറിക്കാർക്ക് കഴിഞ്ഞില്ല. മൂന്നാമതായി, പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും സർക്കാരിനൊപ്പം നിന്നു. നാലാമതായി, സ്വകാര്യ ടെലിവിഷനും മൊബൈൽ സാങ്കേതികവിദ്യയും സമൂഹമാധ്യമങ്ങളും സർക്കാരിന് ജനങ്ങളുമായി ബന്ധപ്പെടാൻ സഹായിച്ചു. അഞ്ചാമതായി, വലിയൊരു വിഭാഗം ജനങ്ങൾ തെരുവിലിറങ്ങി അട്ടിമറിയെ പ്രതിരോധിച്ചു. അതുകൊണ്ടുതന്നെ ജൂലൈ 15 ഇന്ന് തുർക്കിയിൽ ജനാധിപത്യത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും ദിനമായി ആചരിക്കപ്പെടുന്നു. ബോസ്ഫറസ് പാലത്തിന് പിന്നീട് ജൂലൈ 15 രക്തസാക്ഷികളുടെ പാലം എന്ന് പേരിട്ടു.
പക്ഷേ ആ രാത്രിയുടെ പാരമ്പര്യം ഇന്നും വിവാദരഹിതമല്ല. ഒരു ഭാഗത്ത് ജനങ്ങൾ സൈനിക അട്ടിമറിയെ പരാജയപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ സംരക്ഷിച്ച രാത്രിയായി അത് ഓർക്കപ്പെടുന്നു. മറുവശത്ത് അതിനുശേഷം നടന്ന വ്യാപക അറസ്റ്റുകളും സ്ഥാപനപരമായ മാറ്റങ്ങളും അധികാര കേന്ദ്രീകരണവും തുർക്കിയുടെ ജനാധിപത്യത്തെ എങ്ങനെ മാറ്റിയെന്ന ചോദ്യം ഇന്നും തുടരുന്നു. ഒരു കാര്യം മാത്രം ഉറപ്പാണ്, 2016 ജൂലൈ 15 പോരാട്ടം നടന്നത് പാലങ്ങളിലും സൈനിക ആസ്ഥാനങ്ങളിലും മാത്രമായിരുന്നില്ല. ടെലിവിഷൻ സ്ക്രീനുകളിലും മൊബൈൽ ഫോണുകളിലും പള്ളികളുടെ ഉച്ചഭാഷിണികളിലും നഗരചത്വരങ്ങളിലും കൂടിയായിരുന്നു. ആധുനിക കാലത്ത് ഒരു അട്ടിമറിയുടെ വിജയം തീരുമാനിക്കുന്നത് ആയുധങ്ങൾ മാത്രമല്ല, വിവരത്തിന്റെ നിയന്ത്രണം, ജനങ്ങളുടെ പ്രതികരണം, സ്ഥാപനങ്ങളുടെ വിശ്വസ്തത എന്നിവയും അത്ര തന്നെ നിർണായകമാണെന്ന് ആ രാത്രി കാണിച്ചുകൊടുത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചരിത്രത്തിലും ലോകരാഷ്ട്രീയത്തിലും താൽപ്പര്യമുള്ള സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വസ്തുതാധിഷ്ഠിതവും വിശദവുമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ അട്ടിമറി പരാജയപ്പെടാൻ ഏറ്റവും നിർണായകമായത് എന്തായിരുന്നു? ജനങ്ങളുടെ പ്രതിരോധമോ, മാധ്യമങ്ങളുടെ പങ്കോ, സൈന്യത്തിലെ ഭിന്നതയോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. വീണ്ടും കാണാം.